അപ്പൊ ഇന്ന് ഗുരുവായൂര് 9ാം ഉത്സവമാണ്. ഇന്ന് പള്ളിവേട്ടയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വെച്ചാൽ പള്ളിവേട്ടയോടനുബന്ധിച്ച് ഇന്ന് ഭഗവാൻ വേട്ടയ്ക്ക് പോയിരിക്കുകയാണ്. വേട്ടയ്ക്ക് പോയിട്ട് ഓരോ സാധനങ്ങളെ കൊണ്ടുവരും. അപ്പൊ ഭഗവാൻ വരുമ്പോ എതിരേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഹോട്ടലുകളും വീടുകളുടെ ഒക്കെ ഫ്രണ്ടിൽ ഭഗവാന്റെ പടം വെച്ച് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും ഭഗവാനെ എതിരേൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതാണ് ഒന്ന്. ഇവിടെ നല്ല ഭംഗിയ കാണാനായിട്ട് എല്ലാ ഹോട്ടലുകളും ഒരു സമ്മാനം പോയില്ലേ, മത്സരമുണ്ട്. മത്സരം പോലെയാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും നല്ലത് ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ട്, പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാ കടകളുടെ മുന്നിൽ വീടുകളുടെ മുന്നിലൊക്കെ വലിയ രീതിയിൽ അലങ്കരിച്ചിട്ട് കൃഷ്ണന്റെ അതൊക്കെ വെക്കും. ഏറ്റവും നല്ല ഭംഗിയുള്ള ആരാണോ ആള് ജയിക്കും. അത് ഇവിടെ അതായത് നമ്മുടെ ഗുരുവായൂര് ഫുള്ള് കിഴക്കേനട, പടിഞ്ഞാറനട, വടക്കേനട, തെക്കേനട എല്ലാ സ്ഥലത്തും അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും വിളക്ക് എത്തിച്ചു ഭഗവാനെ. അപ്പൊ നമുക്ക് ആ വിഷ്വലൊക്കെ ഒന്ന് കാണാം അല്ലെ? നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ ഇത് ഇവിടെ കണ്ടില്ലേ, ഇത് നന്ദിനി കഫേയുടെ അനുബന്ധിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. ഇവിടെ നല്ല ഭംഗിയാ കാണുന്നുണ്ട്. പാട്ടില് ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറില് ഉള്ളല്ലേ. അപ്പൊ മമ്മിയുടെ അമ്പലത്തിന് അതിനെ ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ ഗരുഡന്റെ ഒരു വലിയ പ്രതിമ, സ്റ്റാച്ചു പോലെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഗരുഡൻ ഇങ്ങനെ നെഞ്ചും വിരിച്ചിങ്ങനെ നിൽക്കണ പോലത്തെ. ഉത്സവാഘോഷം മമ്മിയുടെ ദിവസം കണ്ടില്ല അവരെ ഒരുക്കിയിട്ടുള്ളതാണ്. അവിടെ ആ താഴെയായിട്ട് മയിലുണ്ട്. അതെ, പാമ്പൊക്കെ ഉണ്ട്. എല്ലാവർക്കും പോലെ തന്നെ ഗരുഡനാണ്. ഗരുഡൻ മറ്റേ എന്താ പറയാ, ഈ മറ്റേ പാമ്പിനെ പിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെ ഇനി അമ്പലത്തിലേക്ക് വരുന്നതെല്ലാം അതായത് വേട്ടയാടി പിടിച്ചിട്ട് ഭഗവാൻ വേട്ടയാടിയിട്ട് ആൾക്കാർ വരും. അതെ അതെ, ഇതാണ്ടോ എല്ലാ ഷോപ്പുകളുടെ മുന്നിലും വെച്ചിട്ടുണ്ടാവും. എതിരേൽക്കാൻ വേണ്ടിട്ട് വിളക്ക് കത്തിച്ച് പഴം, ഫ്രൂട്ട്സ്, അവില്, മലർ എല്ലാം കൂടി വെച്ചിട്ടുണ്ട് വെച്ചിട്ട്. അപ്പൊ ഇവിടെ മമ്മിയൊരു സെൻട്രലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഓട്ടോ പാർക്ക് ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ള സംഭവമാണ്. കണ്ടില്ലേ, ഇവർക്ക് കിട്ടിയിട്ടുള്ള ട്രോഫികളൊക്കെ കണ്ടോ, ഇവർക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ ട്രോഫികൾ. സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓ പിന്നെ അതില് വലിയിരിക്കുന്നുണ്ട്, നല്ല വലിപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട്. വിളക്ക് കത്തിച്ച് അടിയിലുണ്ട് ഇത് വരച്ചിട്ടുണ്ട്, കോലം വരച്ചിട്ട്. ഇത് പുതിയൊരു സംഭവം കേട്ടോ അച്ഛാ. ഇത് പുതിയൊരു സംഭവം. അത് ഈ ആമസോണിലും മീഷോയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ കൂടെ ഇങ്ങനെ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു രൂപത്തിൽ കിട്ടും. നല്ല ഭംഗിയാണ്. അപ്പൊ ഇതാണ് എന്റെ സ്കൂള്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലും അത് വലിയ രീതിക്ക് ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഉണ്ട് ടീച്ചർമാരൊക്കെ, അധ്യാപകരൊക്കെ ഉണ്ട് അവിടെ അല്ലേ? ഉണ്ടായിരുന്നു. സനോജ് വംശിക്കായിട്ട് സംസാരിച്ചു. അതെ, നല്ല കളറാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ കൃഷ്ണനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൃഷ്ണനെ വെച്ച് നിലവിളക്ക് വെച്ച് പോലെ പറ എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നിരഞ്ജൻ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ. സാർ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഉത്സവം കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. നമ്മള് തൊട്ട് എന്ത് ചെയ്തു, വിളക്ക് വെച്ച് പോകാൻ. ഇന്നും പള്ളിവേട്ടയാണ്. നാളെ 6 3 ദിവസവും സ്കൂള് വിളക്ക് വെക്കും. 3 ദിവസം എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഈ വർഷവും വളരെ ഭംഗിയായിട്ട് ഞങ്ങളെല്ലാവരും എല്ലാ സ്റ്റാഫും ഒത്തൊരുമിച്ച് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് ഭഗവാന് വേണ്ടിയിട്ട്. ഇപ്രാവശ്യം എന്തോ സമ്മാനമൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടായിരുന്നു. സമ്മാനം കിട്ടി, 1ാം സമ്മാനം 2ാം സമ്മാനം അങ്ങനെയൊക്കെ. സമ്മാനം എല്ലാ വർഷവും സമ്മാനം കിട്ടാറുണ്ട്. ഈ വർഷം സമ്മാനം കിട്ടിയിട്ടുണ്ട്. സാധാരണ സമ്മാനം ഇവിടെ വെക്കാറുണ്ടായിരുന്നു. അതെ അതെ അതെ, നമുക്ക് ഇന്ന് കിട്ടി, നാളെ എന്തായാലും ഇവിടെ ഉണ്ടായിരിക്കും. ദിവസം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് ഗുരുവായൂർ എന്നും ഉത്സവമാണ്. ഗുരുവായൂരപ്പൻ നിത്യോത്സവം എന്നാണ് പറയുക. എന്നാലും നമ്മള് 10 ദിവസം ഉത്സവം നാട്ടിലെല്ലാവരും ബാക്കിയുള്ള ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും വന്നിട്ട് നമ്മളെല്ലാവരും ഉത്സവം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ്. അതെ അതെ. അപ്പൊ ഇത് പവിത്ര സാറ് എന്നെ ഹിന്ദി പഠിക്കുന്ന സാറാണ്. ഞാൻ ക്ലാസ്സിൽ സുമ ടീച്ചറാണ് ഞങ്ങളെ മലയാളം പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും കുറവല്ല ടീച്ചറെ, പ്രാവശ്യം അടിപൊളിയായില്ലേ? ആയിക്കോട്ടെ, വളരെ സന്തോഷം. നമ്മുടെ സമ്മാനം വന്നിട്ടുണ്ട്. ഇതാണ് സമ്മാനം. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് കാണാൻ പറ്റും. ശരി സാറേ.
കൈരളി ജംഗ്ഷനിലെ ഓട്ടോ പാർക്കിന്റെ ചേട്ടന്മാരെ കൂടി ഒരുക്കിയതാണ്, കണ്ടില്ലേ? അയ്യപ്പസ്വാമിയുടെയാണ് വിഗ്രഹം. വലിയത് നല്ല വലിപ്പം കാണാനായിട്ട്, നല്ല ഭയങ്കര കാണാൻ. നല്ല ലൈറ്റൊക്കെ നല്ല അടിപൊളി ഇട്ടിട്ടുള്ള. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് നന്ദഗോവിന്ദ ഭജൻസിന്റെ പാട്ടാണ്. അതെന്തായാലും ഇത്രയും വിഷ്വൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമുക്ക് ഓടി നടന്ന എല്ലായിടത്തേക്ക് എത്തണം. നമുക്ക് എല്ലാ സ്ഥലത്തും വിഷ്വൽ കാണിക്കണം. നല്ല രസമായിട്ട്. ഇനിയിപ്പോ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പടിഞ്ഞാറ് നടക്കില്ല ഒരു സംഭവം ഉണ്ട്. കിടിലൻ സംഭവമാണ്. പ്രതീക്ഷിക്കാണ്ടും കൂടുതൽ വലുതാണ്. അതെ, കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നാഷണൽ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ അമ്മൂര് ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഞങ്ങൾ എപ്പോഴും വരാറുണ്ട് ഇവിടേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെ, നല്ല കുഞ്ഞു കൃഷ്ണൻ ഒരുക്കിയേക്കണല്ലേ? ക്യൂട്ട് കൃഷ്ണൻ, നല്ല ക്യൂട്ട് കൃഷ്ണൻ. സൂപ്പർ മാർക്കറ്റ്. അതെ അതെ അതെ, നല്ല ഭംഗി കാണാനായിട്ട്. ചേട്ടനാണോ ഫുള്ള് കഷ്ടപ്പെട്ടത്? അതെ അതെ, ഇതൊക്കെ നമ്മളൊക്കെ അടിപൊളിയുണ്ട്. ഇപ്രാവശ്യം സമ്മാനങ്ങളുണ്ടല്ലോ, നല്ലത് ഏതാണെന്ന് വെച്ചാൽ അതിന് സമ്മാനം കൊടുക്കുന്നുണ്ട്. എടുക്കണം. എൻട്രൻസിന് അപ്പുറത്തൊരു സ്പേസ് ഉണ്ട്, ചെറിയ പറമ്പ് പോലെ. അവിടെ മുരുകൻ, അതായത് സുബ്രഹ്മണ്യന് പകരമായിട്ടുള്ള മയിലിന്റെ മുകളിൽ സുബ്രഹ്മണ്യൻ കയറി ഇരുന്നിട്ട് നല്ല ശരിയൊക്കെ ചിരിച്ചു നിൽക്കുന്ന ഒരു പോസ്റ്റിലാണ് മുരുകൻ നിൽക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ കാണാനായിട്ട് വിളക്കത്തിൽ നല്ല വൃത്തിയായിട്ട് വെച്ചേക്കണല്ലേ? അലങ്കാരത്തില് ഇവര് കിട്ടിയിട്ടുള്ള സംഭവമാണ്, സമ്മാനമാണ് സർട്ടിഫിക്കറ്റ്. HMC ക്ലബ്ബ് ഗുരുവായൂര് അവർക്ക് കിട്ടിയ ട്രോഫിയാണ്. ഇത് നമ്മളെ ഗുരുവായൂര് കോർപ്പറേറ്റ് അറബൻ ബാങ്കിന്റെ വെച്ചിരിക്കുന്നത്. അറബൻ ബാങ്ക് ഇതും കൊള്ളാട്ടോ. പക്ഷെ ഇവിടെ ആരും കാണാനില്ല. വെച്ചിട്ട് ഞാൻ സമയം എല്ലാവരും എത്തും. യു ഷേപ്പിലാണ് ഒരു വിളക്ക് എല്ലാം കത്തിച്ച് വെച്ചിട്ട് ദീപ കൊളുത്തിട്ടുള്ളത്. കൊള്ളാൻ ക്യൂട്ട് കൃഷ്ണാണ്. കൊള്ളാം, അടിപൊളി. അപ്പോ ഗുരുവായൂർ ദേവസ്വം ആയുർവേദ ആശുപത്രിയിലും ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. അകലേന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. കാണാം നമുക്ക്. അതെ, നല്ല രസമായിട്ട് രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഒരു പാട്ടൊക്കെ ഇട്ടുണ്ട് നല്ല രീതിക്ക്. പിന്നെ ഈ സംഭവം കൊണ്ട് ഈ ട്യൂബ് ലൈറ്റ് ഇപ്പോഴത്തെ ഒരു മോഡലാണ്. അതെ, മഴവിൽ കളറില് വിബ്ജിയോർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കൊള്ളാം, വേണ്ടില്ല, അടിപൊളിയില്ല കാണാനായിട്ട്. ഈ എന്ത് രസമായിട്ട് ഒരുക്കിയിട്ടുള്ള അല്ല, നല്ല എൻട്രി. ഒരു ശരിക്കും ഒരു സ്റ്റേജ് ഇല്ല, സ്റ്റേജ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടുത്ത് തന്നെയാണ് വാദ്യവിദ്യാലയം. അതെ അതെ, വാദ്യവിദ്യാലയം. എല്ലാരും കൂടിയിട്ട് സെറ്റ് ആക്കി. നമസ്കാരം. വാദ്യവിദ്യാലയത്തിൽ പിള്ളേരൊക്കെ അപ്പുറത്ത് വെച്ചിരിക്കണല്ലേ? അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഒരുമിച്ചല്ല അപ്പത്, സെപ്പറേറ്റ് വെച്ചിരിക്കണം. വ്യത്യാസം ഉണ്ടെങ്കിലും. ഇത് ആയുർവേദ ആശുപത്രിയുടെ വേണ്ടി കേട്ടോ. നല്ല വിഷയം. ഇത് ഇവർക്ക് കിട്ടിയ സമ്മാനമാണ് തോന്നുന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയല്ലേ? ഈ വർഷം 2026 ഒന്നാം സമ്മാനം. അഭിനന്ദനങ്ങൾ. അപ്പൊ നമ്മളിവിടെ കയറി ചെല്ലുമ്പോ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ലൈറ്റ് അറേഞ്ച്മെന്റ്സിനായിരുന്നു ഞങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയുർവേദ ആശുപത്രിയിലെ മറ്റേ ഒന്നാം സമ്മാനം കിട്ടിയത് വൈദ്യുതി അലങ്കാരത്തിനാണ്. വൈദ്യുതി അലങ്കാരം അത്രയും നല്ല രീതിക്ക് അലങ്കരിച്ചത് ഇവർക്ക്. അടിപൊളി. ഏറ്റവും കൂടുതൽ രസമായിട്ടുള്ളത് ആ സാധനം, ആ മഴവില്ലുണ്ടോ, ഇതിനാണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട്. ഒരു സമ്മാനം ഇവിടെ എന്തായാലും നന്നായിട്ടല്ലേ? സൂപ്പറായിട്ട് അടിപൊളിയായിട്ട്. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നല്ല രസമായിട്ട് ഇതുണ്ട്. പുലി, അതുപോലെ തന്നെ മാന്, നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അതിനപ്പുറത്ത് കണ്ടില്ലേ ഒരു കുതിരപ്പൻ കൃഷ്ണൻ വെണ്ണ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. ആ ഒരു ഭാവം കണ്ടില്ലേ? വെണ്ണക്കൊണ്ട താമരയാണ് നല്ല ഭംഗി കാണാനായിട്ട്. കണിക്കൊന്നൊക്കെ നല്ല പുഞ്ചിരിയല്ലേ? അടിപൊളിയല്ലേ? പിന്നെ അവര് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടും, നല്ല രസമുണ്ടായിട്ട്. അപ്പോ ഇതിനപ്പുറത്ത്
സൂപ്പറായിട്ട് അപ്പുറത്ത് ഉണ്ടാവുന്നുണ്ടോ ഇത് അതെ അത് കഥയിലൊക്കെ ഉള്ള പോലെ തന്നെ അത് റിയാലിറ്റിയിൽ ഉണ്ടാക്കിയെടുത്തു ശിവലിംഗം കാണുന്നുണ്ടോ ഭയങ്കര തൃശ്ശൂരം കൂട്ടിക്ക് അടിപൊളി ഇത് നോക്കി നോക്ക് ഇത് നിങ്ങൾ കണ്ട ഞെട്ടിപ്പോവും ശരിക്കും ഹിമാലയത്തിലൊക്കെ എത്തിയ ഒരു ലുക്കാണ് ഇത് കാണുമ്പോ നമുക്ക് നോക്കാം ശരിക്കും നമ്മൾ ഹിമാലയത്തിൽ പോയിട്ട് ശിവനെ കാണുന്നതിന്റെ അതേ പ്രതീതിയാണ് അടിപൊളിയാണ് ഇപ്രാവശ്യം ഒന്നാം സമ്മാനം ഇതാണ് ഒന്നാം സമ്മാനം. അതെ അവര് നല്ല രീതിക്ക് ചെയ്ത് നല്ല പരിപാടി ആ വെള്ളം കണ്ട ഇൻഫിനിറ്റി ആയിട്ട് വന്നോണ്ടേയിരിക്കുക കാട് മല ബാഹുബലി മറ്റേ കരയിലേക്കാണ് കാണാൻ അതുപോലെ ഒരു ശ്രദ്ധിച്ച അവിടെ പാമ്പ് അവിടെ ഒരു പാമ്പിന്റെ പാല് അത് ആ പാമ്പിന്റെ അതാണ് അതെ അടിപൊളി സൂപ്പറായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കേൾക്കാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ അതിനപ്പുറത്തായിട്ട് ചെറുതായിട്ട് വിളക്കിളങ്ങാൻ അതായത് രാത്രി ഓമെന്ന് എഴുതിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് പിന്നെ ഇവിടെ പന്തലിന് ഒന്നാം സമ്മാനം കിട്ടിയത് ഇവിടെയാണ്. പന്തലിന് ഒന്നാം സമ്മാനം പിന്നെ അത് മാത്രല്ല ആ ഭാഗത്ത് എന്തൊക്കെ ഒരു നല്ല രസകരമായിട്ടുള്ള അലങ്കാരം പോകുന്നുണ്ട് കാണാനായിട്ട് അമ്പാടി ഇവിടെ ആതിര ഫ്ലവേഴ്സിന്റെ ഗണപതിനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത് അടിപൊളിയല്ലേ കാണാനായിട്ട് ഗണപതിനെ മോദമൊക്കെ പിടിച്ച് ഇങ്ങനെ അതെ നല്ല രസമുണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ വിജയനമ്പറാണിന്റെ പാട്ടിലാണ് ശ്രീമലത്തെ പാട്ടാണ് അടിപൊളി ഇവിടേക്ക് ഞാൻ ഒറിജിനൽ വരാന്ന് ചോദിച്ചു കേട്ടോ അല്ലല്ലോ ആ ഒന്നുമല്ല കൊള്ളാം ഈ ഉത്സവത്തിന് അതായത് ഇതേപോലെയൊക്കെ നടക്കുന്നത് ഇതേപോലുള്ള നഗരം വേറെ ഇവിടെ ഉണ്ടാവില്ല ഇവിടെ മാത്രം ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റും ഇത് കണ്ടില്ല ഇത് ഗുരുവായൂർ പ്രാവശ്യം സ്പെഷ്യൽ ആയിട്ട് വന്ന സംഭവമാണ് ഇത് കണ്ടില്ല കാള രണ്ടെണ്ണം രാവണൻ എന്നാണ് പേര് ഇതിന്റെ സംഭവത്തിന്റെ അപ്പോ ഇതെന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കൂടുതൽ പാലക്കാടല്ലേ കണ്ടുവരുന്നത് വേലക്കൊക്കെ അതെ കാളവേല എന്ന് പറയും കാളവേല ആ കാളവേലക്കാണ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി കാളേനെ കൊണ്ടുപോയി എന്നിട്ട് ഇങ്ങനെ നല്ല രസമാണ് ഈ സംഭവം കാണാൻ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് ഇതിന്റെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് തല കാണുമ്പോൾ
മറ്റേ കാളുടെ പേരെന്താണെന്നറിയോ? രാവണനല്ലേ? രാവണൻ. രാവണൻ രണ്ട് കാളകൾ കേട്ടാ. അത് സ്പെഷ്യൽ ആയിട്ട് ഇപ്രാവശ്യം വന്നത്, വേറെ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്രിയേറ്റിവിറ്റി ആണ് ഇവിടെ. അടിപൊളിയാണ്. ഇത് ഓട്ടോ പാർക്കിന്റെ വൃന്ദാവനമാണ്. ഓട്ടോ പാർക്കിംഗ് അറിയണം. എല്ലായിടത്തും ഓട്ടോ പാർക്ക് തകർക്കുക അല്ലേ? എവിടെ നിന്നാണ് തകർക്കാണ്. അടിപൊളി. അപ്പൊ ഇവിടെ പഞ്ചായത്ത് നടക്കേണ്ടത് പ്രത്യേക ഇവിടുത്തെ പിള്ളേരുണ്ട്, ഇവിടുത്തെ അതിന് കൂട്ടുകാർ പലരും ഉണ്ട് ഇവിടെ. വളരെ കൂടിയിട്ട് പഞ്ചവാദ്യം ഉണ്ട് ഇവിടെ. അടിപൊളിയാണെന്ന് കേൾക്കാൻ കേട്ടോക്കായിരുന്നു. ഓട്ടോ പാർക്കുകാര് ഇവിടെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് എല്ലാവരുടെ പാട്ടിലാണ്. അപ്പൊ ഇത് ആനന്ദ് കൃഷ്ണ റെസിഡൻസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ പോലെ തന്നെ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത് അല്ലെ, നല്ല രസമായില്ലേ കാണാൻ. കൃഷ്ണ റെസിഡൻസി കിടക്കാച്ചടി ചെയ്തിട്ടുണ്ടല്ലേ, സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. റോസപ്പൊക്കെ വെച്ച് അതേപോലെ തന്നെ ഒരു കല്യാണ മണ്ഡപത്തിൽ ഫീൽ ചെയ്യണ ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. റൗണ്ട് ആയിട്ട് കർവ് ചെയ്തിട്ട് 3 കൃഷ്ണന്മാര് 2 ബോസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വളർത്തുന്നതിനുള്ള അടിപൊളി സൂപ്പറായിട്ട് സംഭവം. 2020 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതെ, അത് എല്ലാവരും അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെറുതായിട്ട് അലങ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊള്ളാം. ഒരുപാട് സ്ഥലത്തുണ്ട്, ഒരുപാട് സ്ഥലത്ത് കിടക്കുന്ന അറിയാം. അത് നമുക്കൊന്ന് പോയി കണ്ടുനോക്കാം. ഇത് പുഷ്പാഞ്ജലി റെസിഡൻസ് ആണ് കേട്ടോ, റെസ്റ്റോറന്റ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. വിഗ്രഹം, അതായത് ഗണപതി ഭഗവാന്റെ മറ്റേ വിഗ്രഹം നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാണിച്ചത് കാളിയമർദ്ദനാണ് കേട്ടോ, ഗുരുവായൂരപ്പൻ. അതായത് കൃഷ്ണൻ കാളിയമർദ്ദനം വിശ്വനാണ് വിട്ടിരിക്കുന്നത്. നല്ല സ്റ്റൈലായിരുന്നത് ആ പാമ്പകളൊക്കെ ഭംഗിയ കാണാതെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരുന്നതൊക്കെ ചെറിയ ചെറിയ കൃഷ്ണന്മാരൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ സ്വാതന്ത്ര്യം പറ്റിട്ട്. അത് കൂടാതെ സ്ഥലങ്ങളില് ഇതുപോലെ വലിയ വലിയ വിഷ്വൽസ് കാണാം. ഗുരുവായൂർ കിഴക്കേ നടക്കിലെ ഗോപുര നട അടിപൊളിയായിട്ട് അലങ്കാര ഗോപുരം വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഗുരുവായൂരപ്പന്റെ പടം വെച്ചിട്ട് അടിപൊളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിലേക്ക് നോക്കുമ്പോഴല്ല ആ നടപ്പന്തലിന്റെ ഉള്ളിലോട്ട് നമ്മൾ കണിക്കൊന്ന തൂങ്ങി കിടക്കണ പോലെയാണ്. അത്ര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് LED ബൾബിന്റെ. നല്ല
അപ്പൊ ഇവിടെ അപ്പൊ ഇതേപോലെ ഇവിടെ വേറൊരു ഗോപുരം കൂടിയുണ്ട്, അലങ്കാര ഗോപുരം. അത് എഴുതിട്ട് ഒരു അടിപൊളി ഗോപുരം, എന്ത് ഭംഗിയുള്ള വെച്ചാണ് അടിപൊളിയാണ്. അത് ആരുടെ എക്സ് സർവീസ് സെക്യൂരിറ്റി വിഭാഗം ഗുരുവായൂർ ദേവസ്വം അവരുടെ പണിതേക്കുന്നത് കേട്ടോ. ഗോപുരം അടിപൊളിയുണ്ട് അല്ലേ? ഓ പിന്നെ അടിപൊളി, നല്ല സ്റ്റൈല് വിഷ്വൽ ആയിട്ട്. നമുക്ക് അതിന് അടിയിൽ നിന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഇത് നമ്മുടെ എലൈറ്റ് ഹോട്ടലിന്റെ ആണ് കേട്ടോ. എലൈറ്റ് ഹോട്ടലുകാർ വെച്ചിരിക്കുന്നതാണ് ഭഗവാനെ. ശരിക്കും നമ്മുടെ വൈകുണ്ഠം പോലെ തന്നെ നല്ല ഒരുക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കാണാം, നല്ല സ്റ്റൈലായിട്ട് അല്ലേ? സൂപ്പർ ആയിട്ടില്ലേ? ബാക്ക്ഗ്രൗണ്ടില് നല്ല പാട്ടൊക്കെ ഇട്ടുണ്ട്, നല്ല ഇരിക്കാൻ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കാണുമ്പോഴേ കാറിലൊക്കെ ഇങ്ങനെ സ്മെല്ലിന് വേണ്ടി സാധനം തൂക്കിയിടും, ഗോകുലത്തിന്റെ പിന്നെ വേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഇങ്ങനെ വെച്ചിരിക്കുന്ന തൂണൊക്കെ ഉണ്ടല്ലേ, ശരിക്കും ഈ ചിത്രപ്പണികളൊക്കെ അതുപോലത്തെ നല്ല അലങ്കാരമാണ് എല്ലാം. അതുപോലെ തന്നെ അശോകചക്രം പോലെയാണ് പിന്നില് ഭഗവാന്റെ പുറകില് ഓറ പോലെ കൊടുത്തിരിക്കുന്ന റൗട്ട്, നല്ല അടിപൊളി. ഇത് നമ്മുടെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസില് ഒരുക്കിയിരിക്കുന്ന കൃഷ്ണനാണ് കേട്ടോ. അതായത് മഹാവിഷ്ണു ആണിത്. മഹാവിഷ്ണു ഒരുക്കിയിരിക്കുന്ന പോലെയാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല രസമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, പാമ്പിന്റെ പുറത്ത്, അതായത് കാളിന്തിയുടെ പുറത്ത് ഇരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ആ ഗരുഡനൊക്കെ എന്ത് ഭംഗിയൊക്കെ കാണാനായിട്ട്. സൈഡ് ചെയ്ത് നമ്മുടെ മഞ്ഞവാലിന്റെ വീടുള്ള അതേ ഗരുഡനെ പോലെ തന്നെയുള്ള ഗരുഡനെ പഠിപ്പിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഗരുഡന്റെ അടിയിലായിട്ടൊരു പ്രതിമ കൂടി ഉണ്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ. അതിനപ്പുറത്തായിട്ട് നമ്മുടെ ആനയുടെ ഒക്കെ മുന്നിൽ കാണുന്ന, ആനയുടെ മുന്നിൽ കാണുന്ന സംഭവം ഉണ്ടല്ലോ, നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടം അതേപോലെ തന്നെ കാണിച്ചില്ല കേട്ടോ. നെറ്റിപ്പട്ടം അതേപോലെ തന്നെ വെഞ്ചാമരൊക്കെ ഇല്ലേ, അതില് ഒരെണ്ണം ജാമര തന്നെയാണെന്നറിയില്ല. അതേപോലെ മൈപ്പിയിലോണ്ട് ഉണ്ടാക്കിയ സംഭവം അവിടെ ഇരിപ്പുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കാണാനായിട്ട് അടിപൊളി. പിന്നെ തിരി തെളിയിച്ചിട്ടുണ്ട്. ചിലപ്പോ പറ ആ സമയത്തേക്ക് അവൻ തെളിയിക്കുന്നുണ്ടാവും. ആ സമയത്തുണ്ടാവും പറ അടയ്ക്കാനുള്ള അതിവിടെ അങ്ങനെ ഇപ്പൊ കൃഷ്ണനാണില്ല തല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമ്മുടെ പാട്ട് കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് നമ്മള് ബാക്കിലേക്ക് ഇങ്ങനെ ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ കാണാൻ പറ്റും. ആ തിരക്കൊന്ന് നോക്കി, ആഹാ അടിപൊളി. അപ്പൊ ഇന്നത്തെ ഗുരുവായൂര് പള്ളിവേട്ട അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വെച്ചിട്ട് വിഗ്രഹങ്ങൾ അല്ലേ, അടിപൊളി. എല്ലായിടത്തും എന്താ വെച്ച് കഴിഞ്ഞാൽ വീടുകളാണെങ്കിലും കടകളാണെങ്കിലും പിന്നെ ഓഫീസുകളാണെങ്കിലും അവിടെയൊക്കെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം വെച്ച്, വിളക്കും വെച്ച്, 2 തട്ടും വെച്ച്, 2 കളവും വരച്ച് നല്ല ഭംഗിയാണ്. അത് മാത്രല്ല അതില് മത്സരം കൂടിയുണ്ട്. അതിൽ ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ ടാക്സി പാർക്കിങ്ങിന്റെ അവിടെയാണ്. അതൊരു ഒന്നൊന്നര സംഭവം ഉണ്ടത്. കാരണം അത്രയും ആർട്ട് വർക്ക് ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഗുരുവായൂർ ഞാൻ പറഞ്ഞു ഒത്തിരി സ്ഥലങ്ങളിൽ വെച്ചിട്ട് ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും. പക്ഷെ എല്ലാം നമുക്ക് ഓടി നടന്ന് പിടിക്കാൻ പറ്റില്ല. മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് മൊത്തം നമ്മൾ പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളിയാണ്. പള്ളിവേട്ട സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.